ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് സങ്കടകരമായും എന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ ദിവസമായി യാസിൻ വ്ളോഗ്സ് ഫാമിലിയിലൊക്കെ വീഡിയോ വന്നിട്ട് റീസൺ ദാ അപ്പോൾ ഇതാണ് റീസൺ. ഒപ്പി അടിക്കുന്നുണ്ട് ശെങ്കുവിനോട് ക്യാമറ പിടിക്കാൻ പറഞ്ഞിട്ട്. സോ ഗൈസ്, കഴിഞ്ഞ ജനുവരി കൈയിന്റെ മുട്ട ഇവിടെ ഒക്കെ പൊട്ടിയിരിക്കുന്നു ഗൈസ്. പൊട്ടിയിട്ടൊന്നുമില്ല ഗൈസ്, ഞാൻ കഥ പറഞ്ഞുതരാം. കുറച്ച് അങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെ സൂം ചെയ്ത് എടുക്കൊന്നും വേണ്ട. കഴിഞ്ഞ ജനുവരി 23 വെള്ളിയാഴ്ച രാവിലെ 6:30 നമ്മളെ ഹൈവേ അല്ല, ഹൈവേന്ന് അഡ്ലേഡ് റോഡ്, ഏത് ഞങ്ങളെ പുരയ്ക്കുള്ള ആ റോഡിൽ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് സ്കൂട്ടറിൽ നിന്ന് കുറച്ച് തെന്നി ഞാൻ വീഴുകയായിരുന്നു. അതിൽ കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എങ്ങനെ വീണെന്ന് പറയും. ഞാൻ കഥ പറയുമ്പം മൊത്തത്തിൽ പറയണല്ലോ അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ബുധനാഴ്ച കഴിഞ്ഞ 21 ബുധനാഴ്ച ഷിങ്കുവിൻ്റെ എക്സാം കഴിഞ്ഞു കേട്ടോ. ഏതിൻ്റെ FMGൻ്റെ എക്സാം കഴിഞ്ഞു. അതിൻ്റെ പിറ്റത്തെ ശനിയാഴ്ച കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി. ഷിങ്കുവിനെ ഒരു 10 ദിവസത്തേക്ക് ഷിങ്കുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. പോയി തിരിച്ചെത്തി അന്നേ ദിവസം, അതായത് വ്യാഴാഴ്ച രാവിലെ ഞാൻ ഇവിടുന്ന് നേരെ കോയമ്പത്തൂർക്ക് പോയി. കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. കോയമ്പത്തൂരിന് തിരിച്ച് അതേപോലെ രാത്രി 3 മണി കഴിഞ്ഞിട്ടുണ്ട്, 3:30 ഉണ്ട്. ഞാൻ കിടക്കുമ്പോൾ 4 മണി ആയിരിക്കണം. അങ്ങനെ കിടന്ന് ഒരു 6 മണിയായപ്പോണ്ട് ഒച്ചപ്പാട് ഫുള്ള് താഴെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ പിന്നെ ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഒരു മെഡിസിൻ കഴിച്ചായിരുന്നു. ആ മെഡിസിൻ അലർജി ആയിട്ട് ഉമ്മക്ക് ചൊറിഞ്ഞ് പൊന്തുക, ശ്വാസം കിട്ടുന്നില്ല. ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങനെ ഉമ്മ പറഞ്ഞ് ഡോക്ടറെ വേഗം വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെ പരിചയമുള്ള ഡോക്ടറെ കൊണ്ട് നമ്മൾ വേഗം വിളിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേഗം വാ, അതിനെ മറു മെഡിസിൻ തരാം, വന്നാൽ മതി. അപ്പോൾ ഡോക്ടർ ഇവിടെ ഈ റോഡിന് ഇറങ്ങുന്നവർക്ക് തന്നെയാണ് ഡോക്ടർ വീട്. അപ്പോൾ ഞാൻ തക്കി ഭാഗ്യത്തിൽ ട്രൗസർ ഇട്ട് പാൻറ്റ് മാത്രം എടുത്തിട്ട്, ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടില്ല, സ്കൂട്ടർ എടുത്തിട്ട് ഒരു മിനിറ്റ് മുനീസ് കോൾ ചെയ്യുക അർജന്റ്. എന്താണാവോ, കട്ട് ചെയ്യട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഈ കഥ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഒരു അർജൻറ്റ് കോൾ വരുന്നുണ്ട്, അന്ന് എടുത്തിട്ട്. സോ ഗൈസ്, എൻ്റെ അർജൻറ്റ് കോളിൻ്റെ കാര്യം കഴിഞ്ഞു. അങ്ങനെ ഞാൻ 100 സ്പീഡിൽ ഡോക്ടറെ അടുത്ത് പോകുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ച് വരുന്നു. സ്പീഡ് കുറച്ച് കൂടുതലായിരുന്നു, ഒരു 30-40 കിലോമീറ്റർ. ഈ റോട്ടിൽ കൂടെ അത്രേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ റോട്ടിൽ കൂടെ ശരിക്കും അത്ര പോകേണ്ട ആവശ്യമില്ല. സ്പീഡിലാണ് ബ്രേക്ക് പിടിച്ചതാണ്. ബ്രേക്ക് പിടിച്ചപ്പം സ്കിഡായിട്ട് ഇത്രയും പരിക്കുകളാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. ഷോൾഡറിലൊരു പരിക്ക്, മുട്ടുമ്മൊരു പരിക്ക്, കാലുമ്മ പരിക്ക്, കാലും ഈച്ച. പിന്നെ അഡ്വാൻസ് ആയിട്ട് എടുത്തു പറയട്ടെ, ആൾക്കാർ എന്നെ കുറ്റം പറയുന്നറിയാ, ഞാൻ ഇവിടെ ഉണ്ടായില്ല ഗൈസ്. അതന്നെ, ഷിങ്കുനെ കൊണ്ടാക്കി വന്നാണല്ലോ. ഷിങ്കുനിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ ഇവിടെ എത്തി കേട്ടോ. ആൾക്കാര്, സബ്സ്ക്രൈബേഴ്സ്, അന്ന് രാത്രി തന്നെ ഞാൻ അവിടുന്ന് എൻ്റെ അനിയന്മാരെ വിളിക്കുന്നു. അവർ ക്ലാസ് കഴിയാൻ ഇടയാകാണ്ട് നേരെ വയനാട്ടിലേക്ക് ഞാൻ വെച്ച് പിടിച്ച് എൻ്റെ വീട്ടിൽ നിന്ന്. ഓക്കെ, ഇത് പറ്റിയത് രാവിലെ, ഞാനിവിടെ അന്ന് രാത്രി എത്തി. അപ്പം പിന്നെ അങ്ങനെ പിന്നെ എന്താണ്, 10 ദിവസത്തിന് പോയ ഷിങ്കു 2-ാമത്തെ ദിവസം തിരിച്ചു വന്നു. മര്യാദ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്രയും മുറികൾ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. യെസ്, ഇതൊക്കെ മാറിയിട്ട് വേണം ഇനി ഒന്ന് കൊണ്ടുപോവാൻ. അപ്പം അന്ന് മുതല് ഒരു മിനിറ്റ് ഷിങ്കു ഒന്ന് പറയട്ടെ. അല്ല ഞാൻ പറയട്ടെ, അത് പറയാ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പൊന്നെ പോലെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പൊന്നു പോലെ നോക്കിയിട്ടുണ്ട്. സ്വർണം പോലെയാണ് ഇപ്പം. സ്വർണത്തിന്റെ വില ആയിട്ടില്ലേ, 1,31,000 റുപ്യ. അങ്ങനെ സ്വർണം പോലെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു മുറിയുണ്ട്, പിന്നെ അലർജില്ല, ഒടിവില്ല, ചതവില്ല. നമ്മൾ ഡോക്ടറെ അടുത്ത് അപ്പം തന്നെ ഞാൻ നേരെ വണ്ടി വീണതിന് ശേഷം ഒരു 2 സെക്കൻഡ് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ രാവിലെ 6:30 ആയതുകൊണ്ട് ആരും ഇല്ലേനും. വണ്ടി ഞാനിങ്ങനെ വലിച്ചങ്ങോട്ട് എടുത്ത് റോട്ടും വന്ന് സ്റ്റാർട്ടാക്കി നോക്കി. സ്റ്റാർട്ടായി, സ്കൂട്ടറായിരുന്നു. നേരെ ഇവിടെ വന്ന് ഉമ്മാക്ക് ഗുളിക കൊടുത്ത്, എന്നിട്ട് ഗുളിക ഏതാ അറിയോ, സിട്രസിൻ ഗൈസ്, സിട്രസിൻ. ഈ പുരയിൽ എവിടെ തിരിഞ്ഞാലും സിട്രസിൻ ഉണ്ട്. പക്ഷെ ആ ഒരു ബേജാറിൽ നമുക്ക് നോക്കിയാൽ കാണൂല,
ഷിങ്കു പക്ഷെ ഇവിടെ ഇല്ല. ഞാനും ഇല്ലണ്ട ഇപ്പൊ. ഷിങ്കു ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഡോക്ടർ വിളിച്ചാ മതിയേനു. ആ സമയത്ത് അതൊന്നും തോന്നിയില്ലല്ലോ. ഞാനും വിളിച്ചില്ല. പക്ഷെ എന്താന്ന് വെച്ചാല് ഡോക്ടർ എനിക്കറിയാം തരുന്ന ഗുളിക സിട്രസിനാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അങ്ങനല്ലാന്ന്. ഉം. ഈ അലർജി ആണ്, എന്നെ വിളിച്ചാ മതി, മനസ്സിലായാ? ആ പക്ഷെ സമയത്ത് ഞാൻ നിങ്ങളെ വിളിച്ചില്ല. എന്താന്നറിയാം, എനിക്കറിയാം ഇന്നലെ നിങ്ങൾ 3 മണിക്കാണ് വന്നത്. അപ്പൊ പാവം ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ 6:30 ആയപ്പം ഞാൻ വിളിച്ചില്ല. അപ്പം അങ്ങനെ അപ്പം ഡോക്ടറെ അടുത്ത് പോയി. ഇവിടെ മാത്രം ഒന്ന് കെട്ടിയായിരുന്നു, ബാക്കിയെല്ലാം കെട്ടിയിട്ടില്ല. അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു ഫേസ്. ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇട്ടുതരാം അതിൻ്റെ കൂടെ. പിന്നെ ഒടിവില്ല, ചതവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നിപ്പം 5-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസമായി. ഇനി ഈ മുറിവ് വൃത്തിയാക്കുമ്പോ ഹോസ്പിറ്റലൊക്കെ 2 ഹോസ്പിറ്റലാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. യെസ്, ഹോസ്പിറ്റലിൽ ഞാൻ എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് എന്നെ നോക്കിയായിരുന്നു. ആർക്കാ ഇത്രയും വലിയ ആക്സിഡൻറ്റ് ആർക്കാ പറ്റിയത് നോക്കുമ്പോൾ എന്താണ് ഈ കുഞ്ഞു സംഭവം കുഞ്ഞാണെങ്കിലും നല്ല നീറ്റലാണ് ഗൈസ്. എന്തോ ഭാഗ്യത്തിന് പൊട്ടലോ ചതുവോ ഇല്ലാത്തത്. ഷിങ്കു ഒന്ന് ബ്ലോഗിൽ വരുന്നുണ്ടോ? ആട്ടെ ഷിങ്കു മാഡം. അപ്പൊ എന്താ കുറച്ച് വിഷമിക്കുന്ന പോലെ കാണിക്കി. ഇത് ചെറുതല്ലേ, എന്തായി? ഇവക്ക് ഇതെല്ലാം ചെറുതാണ്. എനിക്കിത് കണ്ടപ്പോ പെട്ടെന്ന് പറ്റിയപ്പോ എന്തെല്ലോ ആയിന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വന്ന് കണ്ടപ്പോ ചെറിയ ഇഞ്ചുറി, നമ്മ ഇതിലും വലുതൊക്കെ കണ്ടതല്ല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും. എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടോ, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സാധാരണ 1 വീക്ക് കൊണ്ട് വരുന്ന റിസൾട്ട് ഇപ്പം 1 മന്ത് ആണ് ഡിലേ. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് എക്സാം വന്നിട്ട് PGൻ്റെ, അതായത് MBBS നീറ്റ് PG ഇല്ല, MBBSൻ്റെ PGക്കാർ എക്സാം പോലെ അത്രയും ടഫായിരുന്നു. അപ്പം എക്സാമിൻ്റെ റിസൾട്ടിന് കുറച്ച് ഡിലേ ആക്കിയിട്ടുണ്ട്. ജയിച്ചോ തോറ്റോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് വേണം തോറ്റാൽ വീണ്ടും പഠിക്കണം. കാരണം ജൂലൈയിൽ അടുത്ത എക്സാം വരുന്നുണ്ട്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ പഠിക്കണ്ട, കറങ്ങി നടക്കാലോ ഒരു 3 മാസം അവർ വിളിക്കുന്നവരെയും NMCയിൽ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെന്താ, വേറൊന്നുമില്ല ഇവിടുത്തെ. അതന്നെ, കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അത് ഷിങ്കുവിന്റെ എക്സാം കഴിഞ്ഞല്ലോ, ഫ്രീ ആയല്ലോ. അപ്പോൾ കുറച്ച് വ്ളോഗൊക്കെ ഇട്ടാൽ. ഞാൻ വേറെ കുറച്ച് തിരക്കിലേക്ക് പോയി ഗൈസ്. എൻ്റെ തിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ തിരക്കല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോവും, വരും. ഇവിടെ ഉണ്ടാവില്ല പുരയിൽ, ഇങ്ങനെ പോക്കാ, വരിക പോവുക. കണ്ടില്ലേ, ഞാൻ 3 മണിക്ക് എത്തിയിട്ടേ ഉള്ളൂ. അന്ന് രാവിലെ 10 മണിക്ക് എണീച്ചിട്ട് അടുത്ത ഷൂട്ടിന് പോകേണ്ട ആളായിരുന്നു ഞാൻ. പക്ഷെ 6:30 ആകുമ്പത്തിന് വീണ്. അതോടുകൂടി എല്ലാം സ്റ്റക്കായി, ഇപ്പം ബ്ലോക്കായി. അങ്ങനെ നമുക്ക് എന്താക്കാം, ഇനി ചോറ് തിന്നാം. ഞാൻ എണീക്കുന്ന രംഗം ഇങ്ങനെ കേട്ടോ. എണീക്കണമെങ്കിൽ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ ഗൈസ്. കാരണം കാലിൻ്റെ ഇത് ഇവിടെ തട്ടിയാലുണ്ടല്ലോ നിലത്ത്, ചോര അപ്പ ചീറ്റും. അങ്ങനെ കമോൺ. 2 മണിയായല്ലോ. 2 മണിയായി. നമുക്ക് എന്താണ് ഫുഡ് ഉള്ളത് നോക്കാം. നോക്ക്, ഞാൻ ഇതൊക്കെ പിത്തത്തടിയനെ മാതിരി ആയിരിക്കുന്നു ഗൈസ്, പിത്തത്തടിയൻ. കാരണം ഒരാഴ്ചയായിട്ട് അതാ ഇവിടെ ഒരാൾ ഡ്രഗ്സ് അടിക്കുന്നു ഗൈസ്. കേറി വന്നപ്പോൾ തന്നെ അക്കൗണ്ട് ഒരു 2 കിലോ ഓറഞ്ച് ഞാൻ വാങ്ങിപ്പിച്ചേ. കേട്ടോ, 2000 രൂപ കൊടുക്കാം. വരുമാനമില്ല. ഉമ്മാക്ക് പനിയാണ്. അപ്പം പനി ഇങ്ങനെ മാറി വരുന്നുണ്ട്. കമോൺ, ഇതാ അടുക്കളയിൽ വരും. എന്തൊക്കെയുള്ളത് നോക്കാം. വാവ്, താളിപ്പ്. ഇതെന്താ? രാവിലത്തെ കറി. ഇതെന്താ? ഇത് ഉള്ളിത്തണ്ട്. വീഡിയോയിൽ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയ പൊള്ളിച്ചത്. എന്ത് പൊള്ളിച്ചത്? കരിമീൻ പൊള്ളിച്ചതാണോ? സോ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. എന്താ പറയുക, ഇപ്പോൾ ഒരു വിഷയം പറയും എൻ്റെയൊക്കെ. അപ്പം പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമ്മൾ പിന്നെ ഫുൾ
പവറോടെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം ഇത് ഒരാഴ്ച കൊണ്ട് മാറുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട്, പറഞ്ഞുതരാം. നമുക്കത് മാറട്ടെ. സോ